മലപ്പുറം എടക്കര പള്ളിക്കുന്നിലാണ് സംഭവം. പള്ളിക്കുന്നിൽ താമസിക്കുന്ന രതീഷിൻ്റെ അയൽക്കാരാണ് സിന്ധുവും ഭർത്താവ് ശ്രീരാജും. 2024 രതീഷിനെ സിന്ധുവും ശ്രീരാജും മറ്റ് രണ്ടുപേരും കൂടെ ചേർന്ന് നഗ്നനാക്കി ഫോട്ടോ എടുത്തു. അന്ന് മുതൽ മാനസികമായി രതീഷ് വളരെയധികം വൈഷമ്യത്തിലായിരുന്നു. രതീഷിൻ്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരനുണ്ട്. രതീഷ് ഡൽഹിയിലെ ഒരു വ്യവസായി ആണ്. നാട്ടിലെ ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന സിന്ധുവും ഭർത്താവും സ്വല്പം പണം കടം ചോദിച്ചു. രതീഷ് സഹായിക്കുകയും ചെയ്തു. ആ പണം മടക്കി കൊടുത്തില്ല. കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പം അവർ ചില പ്ലാനും പദ്ധതിയും തയ്യാറാക്കി. പണം മടക്കി കൊടുക്കാതെ വന്ന് മാസങ്ങൾ നീണ്ടപ്പം സിന്ധു ഒരു ദിവസം വിളിച്ചു, പണം തരാം, അടുത്ത വീട്ടുകാരാണ്. അങ്ങോട്ട് രതീഷ് ചെന്നു. രതീഷ് ചെന്നപ്പം സിന്ധുവിൻ്റെ വീട്ടിൽ ഭർത്താവ് ശ്രീരാജുണ്ട്, അവരുടെ ബന്ധുക്കളായ പ്രവീണും മഹേഷും ഉണ്ട്. അപ്പം ബലമായിട്ട് ഇയാളെ നഗ്നനാക്കി. അവർ മർദ്ദിച്ചു. ഇയാളത് വിസമ്മതിച്ചപ്പം ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു. ഈ രണ്ട് പയ്യന്മാരൂടെ ചേർന്ന് അയാളെ വിവസ്ത്രനാക്കി നിർത്തി. അതിനുശേഷം സിന്ധുവിനെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ തിരിച്ചു കൊടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ വേണം എന്ന് ഡിമാൻഡ് ചെയ്തു. ഇയാൾ കൊടുത്തില്ല. ഒരു ഹണി ട്രാപ്പിൽ ബലമായി പെടുത്തുകയായിരുന്നു. 2024 നവംബറിലാണ് ഈ സംഭവം നടന്നത്. 24 നവംബറിന് മുമ്പ്, ഒരു വർഷം മുമ്പോളം ഈ പണം കൊടുത്തത്, കടം കൊടുത്തിട്ട് തിരിച്ചു തന്നില്ല. പല പ്രാവശ്യം ചോദിച്ചു. അങ്ങനെ തിരിച്ചു തരാം എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിളിപ്പിച്ചത്. അതിനകത്തൊരു ചതിയുണ്ടെന്ന് ഒരിക്കലും രതീഷ് കരുതിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നഗ്നനാക്കി ഫോട്ടോ എടുക്കുകയും അത് വിസമ്മതിച്ച് മർദ്ദിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം രതീഷ് ആകെ മാനസികമായി തകർന്നു. രതീഷിൻ്റെ അമ്മയുണ്ട്, തങ്കമണി. രതീഷിൻ്റെ ഭാര്യയുണ്ട്, സഹോദരനുണ്ട്, രാജേഷ്. ആരോടും പറയാതെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരി രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ശ്രമിച്ചു. അവസാനം 2 ലക്ഷം രൂപ തരാമെങ്കിൽ ഈ പണം തരാം എന്നായി. വായ്പയും അതിൽ നിന്ന് ഒഴിവാകും. അതിന് വഴിപ്പെട്ടില്ല. ആലോചിച്ച് നടന്നു. അന്നേരമാണ് സിന്ധുവും ഭർത്താവും സുഹൃത്തുക്കൾ ഒരു കടുകൈ ചെയ്തത്. അവർ സ്കൂളിലെ അവരുടെ ഗ്രൂപ്പിൽ ഈ നഗ്നമായി നിൽക്കുന്ന ഫോട്ടോ, ആ സിന്ധുവായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അങ്ങിട്ടു. അതോടുകൂടി അതിൻ്റെ ഒരു കോപ്പി അവർ രതീഷിൻ്റെ ഭാര്യയ്ക്ക് ഇട്ടുകൊടുത്തു. പണം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പം അയാളെ നശിപ്പിച്ചു കളയാം എന്ന് ഉദ്ദേശിച്ച് മാനസികമായി തകർന്നു. അത് കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നമായി. 2024 നവംബറിലാണ് ഈ സംഭവം ഉണ്ടായെങ്കിലും ഈ വർഷം ജൂൺ 11 ഇദ്ദേഹം വീടിനുള്ളിൽ ജീവനൊടുക്കി. ഇതേ സംബന്ധിച്ച് ഒരു കേസ് മലപ്പുറം എടക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. എടക്കര പോലീസ് സ്റ്റേഷനിലെ പള്ളിക്കുന്ന് എന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അമ്മയും സഹോദരൻ രാജേഷിനൊപ്പം ഭാര്യയുമായിട്ട് താമസമാണ്. എന്തായാലും ഭാര്യയ്ക്കൂടെ ഈ ഫോട്ടോ ചെന്നതോടുകൂടി അതിനകത്ത് രതീഷിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. പോലീസ് എന്തായാലും ആ ട്രാക്കിലേക്ക് വന്നു. അന്വേഷണം മുന്നോട്ട് പോയി. അമ്മയും ഭാര്യയും പരാതിപ്പെട്ടു. ആത്മഹത്യ ചെയ്ത് മാനസിക സംഘർഷം കൊണ്ടാണ് അത്. ഈ നഗ്നനാക്കി നിർത്തിയ ഫോട്ടോ സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവച്ചു. കൂടാതെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. പോലീസ് എന്തായാലും അത് അന്വേഷിച്ചു. ഈ നഗ്നനായി നിൽക്കുന്ന പടം റിക്കവറി ചെയ്തു. ഏതായാലും 4 പേരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആഴിക്കണം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്
പക്ഷേ മറ്റ് ചില ഒബ്സീൻ സെക്ഷൻസൊക്കെ വരാം. അത് ഒരു റോബറിയോ ഡക്കോട്ടിയുടെ കെയർ ഓഫിലൊക്കെ വരും. എന്തായാലും ആ കുടുംബം വളരെയധികം മാനസികമായി തകർന്നു. അയാൾക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, കുടുംബത്തിന് ഇപ്പോൾ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എടക്കര പോലീസ് ആയാലും കൃത്യമായി പ്രതികളിലേക്ക് എത്തി അവരെ 4 പേരെയും അറസ്റ്റ് ചെയ്തു. പല സ്ഥലത്തും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു മുതലാളിയെ ഇവിടെ സെക്രട്ടേറിയറ്റിനടുത്തുള്ളൊരു ഹോട്ടലിൽ ഇതുപോലെ വിളിച്ചു വരുത്തി അടുത്ത മുറിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി നഗ്നനാക്കി നിർത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച്, വില കൂടിയ വാച്ച്, വലിയ മലയാളിയാണ്, കഴുത്തിലെ മാല, സ്വർണ്ണാരഞ്ഞാനവും ഉണ്ടായിരുന്നു, മോതിരം, ഇതെല്ലാം ഊരിയെടുത്തുകൊണ്ട് പോയി. അന്ന് ആ കേസ് നാണക്കേട് കൊണ്ട് കുറച്ച് ദിവസം അദ്ദേഹം മിണ്ടാതിരുന്നു. പിന്നീട് അത് കേസെടുത്തു ക്രൈം ബ്രാഞ്ചിൽ. ഞാനാണ് അന്വേഷിച്ചത്. ആ ആളിപ്പം മരിച്ചുപോയി, ജീവിച്ചിരിപ്പില്ല. പ്രതികളിലെ 3-4 പേരുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അതിനകത്ത് തിരുവനന്തപുരത്തെ കൊള്ളാവുന്ന വീട്ടിലൊരു പയ്യനാണ് പണമില്ലാതെ വന്നപ്പോൾ ഈ ഒരു പരിപാടി ചെയ്തത്. അയാളും മരിച്ചുപോയി. ഏതായാലും 10-20 വർഷത്തിന് ശേഷം ആ കേസിന് മൊഴി കൊടുക്കാൻ ഞാൻ കോടതിയിൽ പോയി. ഒരാൾ മാത്രം ജീവിച്ചിരിപ്പുണ്ട്, ഫോട്ടോഗ്രാഫർ, കോഴിക്കോടുകാരൻ. ആ കേസ് വെറുതെ വിടുമെന്നറിയാം. കാരണം വാദി മരിച്ചുപോയി, 1-ാം പ്രതി മരിച്ചുപോയി. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൊഴി കൊടുക്കാൻ കോടതിയിൽ പോയത്. അപ്പോൾ അത് 10-20 വർഷം മുമ്പ് ഈ സംഭവം നടക്കുന്നുണ്ട്. അത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ വെളിയിൽ ആൾക്കാർ പറയുള്ളൂ. പണം കൊടുത്ത് മിക്കവാറും അത് ഒതുക്കും. ഇവിടെ അത് പണം കൊടുത്ത് ഒതുക്കാനൊക്കെ തയ്യാറായില്ല എങ്കിലും അയാളെ സമൂഹത്തിന് മുമ്പിലും അയാളുടെ കൂടെ പഠിച്ചവരുടെ മുമ്പിലും സമൂഹത്തിലും പള്ളിക്കുന്നിലും അതുപോലെ തന്നെ വീട്ടിലും ഒക്കെ ഇയാൾ അപമാനിതനായി ആത്മഹത്യ ചെയ്തത് അതിദാരുണമായ സംഭവങ്ങളാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നവന്മാരെ തീർച്ചയായിട്ടും ഇതിന് ആ നഗ്നനാക്കി കേസെടുത്ത ഭാര്യയും ഭർത്താവും കൂടിയാണെന്ന് കരുതിക്കോണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ, കഠിനമായ ശിക്ഷ കൊടുക്കണം. സമൂഹത്തിലെ പല ആൾക്കാരെയും പണമുള്ളവരെയൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം സമ്പാദിപ്പിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അത് ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാൻ കാരണം.